നമ്മളെ പോലീസ് പിടിച്ചു ഗൈസ്. ടാക്സി നോ മണി. സ്ഥലമില്ല. ഇത് ഫുള്ള് മഴയാട്ടോ. ഇന്നലെ വൈകിട്ടെങ്ങാണ്ട് തുടങ്ങിയ മഴയാ. 7 ലക്ഷം കിലോമീറ്റർ കൂടിയ വണ്ടിയാന്ന് പറയും ഇത് കണ്ടാല്. പെരുമഴയത്തെ നമസ്കാരം ഗൈസ്. നമ്മൾ KLTUK യാത്ര നമ്മുടെ 17ാമത്തെ രാജ്യത്തിലേക്ക് കയറിയിരിക്കുകയാണ്, തുർക്കി. യെസ്. അപ്പോൾ ഈ കാണുന്നത് ബ്ലാക്ക് സീ ആണ്. ആ ബ്ലാക്ക് സീയുടെ തീരത്തുള്ള ജോർജിയൻ തുർക്കി ബോർഡറിലൂടെയാണ് ഞാൻ ഇപ്പോൾ തുർക്കിയിൽ പ്രവേശിച്ചത്. അപ്പോൾ ഇതൊന്നും പറയണ്ട, കുറേ കഥകളുണ്ട്, ഞാൻ പറയാം. ടെക് ട്രാവൽ ടു KLTUK പുതിയ വീഡിയോയിലേക്ക് നിങ്ങൾക്ക് ഏവർക്കും സ്വാഗതം. ഇവിടെ നമ്മൾ ആക്ച്വലി എന്നെ ഇന്നലെ നമ്മുടെ വിനീത് ബ്രോയും അതേപോലെ തന്നെ ഡോക്ടർ വഹാബും കൂടെ തിബിലിസിയിൽ നിന്നും അവരുടെ വണ്ടിയിൽ ഇവിടെ ജോർജിയൻ തുർക്കി ബോർഡറിൽ എന്നെ കൊണ്ടുവിട്ടു. ആ ജോർജിയൻ തുർക്കി ബോർഡർ എന്ന് പറയുന്നത് ഈ കാണുന്ന ബ്ലാക്ക് സീയുടെ സമീപത്താണ്. നമുക്കിവിടെ തുർക്കിയുടെ ഫ്ലാഗ് കാണാം. താഴെ ഇങ്ങനെ ട്രക്കുകളും മറ്റ് വണ്ടികളൊക്കെ ഇങ്ങനെ പോകുന്നത് കാണാം. അപ്പോൾ ജോർജിയൻ ബോർഡറിൽ നമ്മൾ ആദ്യം ഇമിഗ്രേഷനിൽ വരുന്നു. അവർ നമ്മളോട് തുർക്കി വിസ ഉണ്ടോ എന്ന് ചോദിക്കുന്നു. അപ്പോൾ ഞാൻ എൻ്റെ ഈ വിസ കാണിച്ചു കൊടുക്കുന്നു. എന്നിട്ട് ഓക്കെ പറയുന്നു, എക്സിറ്റ് അടിക്കുന്നു. നമ്മൾ ഇതേ ബിൽഡിങ്ങിൽ കൂടെ ഇതേപോലെ തന്നെ നടന്ന് നമ്മൾ ജോർജിയയിൽ നിന്നും തുർക്കി രാജ്യത്തേക്ക് കടക്കുന്നു. ഇതെല്ലാം ഒറ്റ ബിൽഡിങ്ങിൽ തന്നെയാണ്. ഈ കാണുന്ന ഈ നീണ്ടു നിവർന്ന് നടക്കുന്ന ബിൽഡിങ്ങിൽ തന്നെയാണ് ഇതിൻ്റെ പരിപാടികളെല്ലാം. ഒറ്റ ബിൽഡിങ്ങിൽ റെഡിയാക്കിയിരിക്കുകയാണല്ല. അപ്പോൾ തുർക്കി ഇമിഗ്രേഷനിൽ വരുന്നു. ഞാൻ കുറേ ചോദ്യങ്ങൾ പ്രതീക്ഷിക്കുന്നു. എന്നോടൊന്നും ചോദിക്കാതെ, തിരക്കൊട്ടുമില്ലായിരുന്നു, ഒന്നും എന്നോട് ചോദിച്ചില്ല. അതായത് എവിടെ പോകാമെന്നോ എത്ര ദിവസം പോകണമെന്നോ എന്താണെന്നോ ഒന്നും ചോദിക്കാതെ എൻ്റെ പാസ്പോർട്ടിൽ സ്റ്റാമ്പ് അടിച്ച് തന്നിരിക്കുന്നു. വിസ പോലും എന്നോട് ചോദിച്ചില്ല. കാരണം ഓൾറെഡി അവർക്കതൊക്കെ അവരുടെ സിസ്റ്റത്തിൽ അപ്ഡേറ്റഡ് ആയിരുന്നെന്ന് എനിക്ക് തോന്നുന്നത്. തുർക്കി വിസ എടുക്കാനായിട്ട് ഏകദേശം 10,000 രൂപ ചിലവുണ്ട്. തുർക്കി എന്ന് പറയുന്നത് വിസ കിട്ടുന്ന കാര്യത്തിൽ ഭയങ്കര എക്സ്പെൻസീവ് ആയിട്ടുള്ളൊരു രാജ്യമാണ്. പക്ഷേ നിങ്ങൾക്ക് ഷെങ്കൻ വിസയോ UK വിസയോ US വിസയോ എന്തെങ്കിലുമൊക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ ജസ്റ്റ് ഒരു $30-40 കൊടുത്തു കഴിഞ്ഞാൽ ഈ വിസ എടുക്കാൻ പറ്റും. അത് നിങ്ങൾ ഈ വിസ പോർട്ടലിൽ കയറി അപ്ലൈ ചെയ്ത് കഴിഞ്ഞാൽ ഓൺ ദ സ്പോട്ടിൽ തന്നെ നിങ്ങൾക്ക് വിസ ഇഷ്യൂ ആയിട്ട് ഡൗൺലോഡ് ചെയ്തെടുക്കാനായിട്ട് സാധിക്കും. അതാണ് അവിടുത്തെ പരിപാടി എന്ന് പറയുന്നത്. അതുകൊണ്ട് തന്നെ ഷെങ്കൻ വിസയൊക്കെ ഉള്ള ആളുകൾക്ക് തുർക്കിയിൽ വരാൻ ഭയങ്കര സിമ്പിളാണ്. അപ്പോൾ നമ്മൾ ഇപ്പോൾ ബ്ലാക്ക് സീയുടെ തീരത്ത് തന്നെയുള്ള ആ ഒരു ബോർഡറിലാണ് വന്നിറങ്ങിയിരിക്കുന്നത്. അപ്പോൾ അവിടെ പുറത്ത് എനിക്ക് വന്നു ബാങ്ക് വിളിക്കുന്നുണ്ട്. ഇവിടെ നിന്ന് ബസ് എവിടെ നിന്നാണ് കിട്ടുന്നതെന്ന് നോക്കണം. ഇത് കണ്ടോ? അയ്യോ, കടൽ തീരത്ത് ഇങ്ങനത്തെ ഒരു ബോർഡർ. എൻ്റെ അമ്മോ, അങ്ങനെ നമ്മൾ നമ്മുടെ KLTUK തുർക്കിയിൽ കയറിയിരിക്കുകയാണ്. എൻ്റെ ന്യൂ ഇയർ ഇവിടെ ഇസ്താംബുളിലാട്ടോ. ന്യൂ ഇയർ ഞാൻ ഇസ്താംബുൾ ഉണ്ടാവും. പിന്നെ അവിടെ നിന്ന് ന്യൂ ഇയർ കഴിഞ്ഞിട്ട് നമ്മൾ നേരെ യൂറോപ്പിൽ കയറും. ബൾഗേറിയ കയറാനാണ് പ്ലാൻ ചെയ്തിരിക്കുന്നത്. അയ്യോ, ഇവിടെ എല്ലാം വെള്ളമാണല്ലോ. ഇതൊന്ന് ഇങ്ങനെ പോകണമല്ലേ. മഴയാണ്, ഇന്ന് ഫുൾ മഴയായിരുന്നു. മഴയെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അജാതി മഴയായിരുന്നു, ഒരു രക്ഷയില്ലായിരുന്നു. അപ്പോൾ പെരുമഴയത്ത് ബോർഡർ ക്രോസ് ചെയ്ത് നമ്മൾ തുർക്കിയിലെത്തിയിരിക്കുകയാണ്. ഇവിടെ നിന്ന് വണ്ടി എവിടെ നിന്നാണ് കിട്ടുക? ടാക്സി നോ, Trabzon. Bus no, taxi no money. Az money. Huh? 100 money. How much? 100 $100 $100. Yok. പാവട്ടോ. $250. No, I go by bus. എൻ്റെ അമ്മേ, അയ്യോ ആശാനേ, $150 ഉണ്ടെങ്കിൽ ഞാൻ ആരായതേ. ഇവിടെ നിന്ന് 100-200 കിലോമീറ്റർ ഉണ്ട്. ഇതാണ് ഇപ്പം ബാങ്ക് വിളി കേട്ട പള്ളി. ദൈവമേ, ഇവിടെ നിന്ന് ബസ്സൊക്കെ ഉണ്ടാവുമെന്ന് വിചാരിക്കുന്നു. എന്തെങ്കിലുമൊക്കെ ഉണ്ടായാൽ മതിയായിരുന്നു. പക്ഷെ ഭയങ്കര മഴയാണ് കേട്ടോ, ആകെ സീന. ട്രാപ്ഷനിലുള്ള വണ്ടി എവിടെ നിന്നാണ് കിട്ടുക? ട്രാഫിക് പോലീസ്. ദൈവമേ, ഇവിടെ വണ്ടിയൊക്കെ കിട്ടുമെന്നാണ് ഞാൻ കരുതിയത്. പക്ഷേ ഇവിടെ വന്നിട്ടൊന്നും കാണുന്നില്ലല്ലോ. പക്ഷേ പണി പാളുമോ? എനിക്കോ നീ കിടക്കുന്ന വണ്ടികളായിരിക്കാനാണ് സാധ്യത. Trabzon. Okay. How much? Ama orada Samos'da lira. Trabzon. How much? Tele. 350. 350? Ha, o tele bilmiyor. 50-50 bilmiyorum. Okay. ഏതാ സീറ്റ്? എവിടെയാ?
Bu Kemalpaşa Trabzon. Ha? Bu maşı Kemalpaşa Ah, Trabzon. Trabzon. This go Trabzon? Bu Kemalpaşa. O parası. Lan şey. Lan Gürcü. Ha adam konuş. Okay. Ya bunlar konuş. Ben de tamam. Ben kaldıramıyorum adam gelin kaldırsın. Yavaş. Al. അവിടെ എന്തോ പറയുന്നു ഒന്നും മനസ്സിലാവുന്നില്ല എന്നാ പറയുന്നത് വേറെ ഏതോ സ്ഥലത്ത് പോകാനാണോ എന്താ പറയുന്നത് എന്നാ പരിപാടി ഈ വണ്ടിയില്ല കയറണ്ടേ Trabzon, milli Trabzon. Ez. Hacı. O. Trabzon. ഇതിൽ സ്ഥലമില്ല Kemalpaşa. Hadi Dima. Bekle dur taşçı. Arkadaşlar gelecek dur. Hayatta gelecek bekle. അയാൾ പിടിച്ച് കഴിഞ്ഞിട്ട് ഞാൻ അവിടെ നിൽക്കണോ പ്രാപ്തം വരെ 150-200 കിലോമീറ്ററാ എന്നാ പരിപാടി മനസ്സിലാവുന്നില്ലല്ലോ ഇതെവിടെ പോന്ന Kemalpaşa. ഇത് ഓപ്പ ടു ത്രാപ്സൺ ബസ് Trabzon. ദിസ് ത്രാപ്സൺ Trabzon sadis. ഓക്കെ ഓക്കെ വെരി ഗുഡ് ഇത് ത്രാപ്സൺ പോകുന്ന പറയുന്നത് ഇതിൽ കയറിയിരിക്കാം ഇവിടെ ഇരിക്കാം അല്ലേ സീറ്റ് കിട്ടി ആ ദിസ് ഗോ യു ഗോ ടു ത്രാപ്സൺ Kemalpaşa. ആ യു ഗോ ത്രാപ്സൺ അയ്യോ ഒന്നും മനസ്സിലാവുന്നില്ല ഒരു ട്രാൻസ്ലേറ്റർ എടുത്ത് നോക്കണം ചോദിക്കാം Kemalpaşa Trabzon. ഓക്കെ ഓക്കെ എവിടെ ഇറങ്ങിയിട്ട് ത്രാപ്സൺ പോകണം എന്നാണ് പറയുന്നത് അങ്ങനെ എൻ്റെ ബാഗ് അവിടെ വെച്ച് ഞാനിവിടെ കയറിയിരുന്നു ഇവിടെ ഇരുന്ന് നമുക്ക് നമ്മുടെ ബ്ലാക്ക് സീ കണ്ടുകൊണ്ടിരിക്കുക ആളുകളൊക്കെ ബാഗായിട്ട് വരുന്നുണ്ട് ബോർഡർ ക്രോസ് ചെയ്ത് വരുന്ന ആൾക്കാരാണ് നമ്മളിവിടെയൊക്കെ ഈ ബോർഡർ നടന്ന് ക്രോസ് ചെയ്യാവുന്ന ബോർഡറായിരുന്നു അതുകൊണ്ടാണ് നമുക്ക് ഇങ്ങനെ പറ്റുന്നത് അപ്പോൾ ഓരോരുത്തർ ഇങ്ങനെ പെട്ടിയും സാധനങ്ങളൊക്കെ ആയിട്ട് ഇങ്ങനെ വരും എന്നിട്ട് കയറും ബോർഡർ ക്രോസ് ചെയ്യും എന്നാലും ഒരു കുന്തവും ചോദിക്കാതെ എന്നെ തുർക്കി കയറ്റി വിട്ടെന്ന് ഞാൻ എന്തെങ്കിലുമൊക്കെ ചോദിക്കുന്നതൊക്കെ കരുതിയതാണ് തുർക്കിയിൽ നിന്ന് ബൾഗേറിയക്കുള്ള ബസ് ടിക്കറ്റ് വരെ ഞാൻ എടുത്ത് വെച്ചിട്ടുണ്ട് അങ്ങനെ നമ്മുടെ വണ്ടി വിട്ടിരിക്കുകയാണ് കെമാൽ പാസ് എന്ന് പറയുന്ന സ്ഥലത്തേക്കാണ് പോകുന്നത് എനിക്ക് തോന്നുന്നു അതിവിടെ അടുത്തെവിടെയാണെന്ന് തോന്നുന്നു അവിടെ ചെന്നിട്ട് നമ്മൾ വേറെ വണ്ടി മാറിക്കയറണം നമുക്ക് ത്രാപ്സൺ പോകണമെങ്കിൽ എന്നാണ് എനിക്ക് മനസ്സിലാക്കാൻ കഴിഞ്ഞത് ബസ്സിൻ്റെ റേറ്റൊക്കെ അവിടെ എഴുതി വെച്ചിട്ടുണ്ട് 27-25 എന്നൊക്കെ പറഞ്ഞുകൊണ്ട് 25 രൂപയാണെന്ന് തോന്നുന്നു ഇവിടുത്തെ 1 രൂപ എന്ന് പറഞ്ഞാൽ നമ്മുടെ 2.5 രൂപയാണ് അതേപോലെ തന്നെ നമ്മൾ ജോർജിയയിൽ നിന്ന് ഇങ്ങോട്ട് കയറിയപ്പോഴത്തേക്കിനും നമ്മുടെ 1 മണിക്കൂർ പുറകിലോട്ടായിട്ടുണ്ട് അവിടെ ജോർജിയയിൽ 3:30 ആയിരുന്നപ്പോൾ ഇവിടെ 2:30 ആയി ആ വണ്ടിയിൽ നിന്ന് വേറൊരു സ്ഥലത്ത് കൊണ്ട് ഇറക്കി ഇതുണ്ടോ എൻ്റെ ബാഗ് ഇവിടെ വെച്ചു ഈ കാണുന്ന വണ്ടിയിൽ വേണം നമ്മൾ ത്രാപ്സൺ പോകാനായിട്ട് അപ്പോൾ ഇവിടെ ഓഫീസ് എന്തോ ഒരു ബസ് കമ്പനിയുടെ ഓഫീസാണെന്ന് തോന്നുന്നു ഇതാണ് നമുക്ക് ത്രാപ്സൺ പോകേണ്ട വണ്ടി ഈ സീറ്റാണ് എനിക്ക് തന്നിരിക്കുന്നത് 350 ഇവിടുത്തെ പൈസ ടർക്കിഷ് ലിറ ആയിട്ടുണ്ട് കേട്ടോ നമുക്ക് ടിക്കറ്റ് ചാർജ് 350 ടർക്കിഷ് ലിറ എന്ന് പറയുമ്പോഴത്തേക്കിനും അപ്രോക്സിമേറ്റ് നല്ല പൈസ ആയല്ലോ 200 കിലോമീറ്റർ ഉണ്ട് 200 കിലോമീറ്ററിന് അപ്രോക്സിമേറ്റ് 850 ഇന്ത്യൻ രൂപയായി നല്ല കത്തിയാണ് വഴിയില്ല ഇങ്ങനെ പോയേ പറ്റുള്ളൂ അങ്ങനെ നമ്മുടെ വണ്ടി വിട്ടു അപ്പോൾ ഇനിയിപ്പോൾ അടുത്തൊരു 2.5-3 മണിക്കൂർ എടുക്കും ഏകദേശം 200 കിലോമീറ്ററിന് അടുത്തുണ്ട് ത്രാപ്സൺ എത്താനായിട്ട് ഇപ്പോൾ തന്നെ ഇരുട്ടി ഓൾമോസ്റ്റ് മണി 3:30 ആയതേ ഉള്ളൂ പക്ഷെ എന്നാലും ഇരുട്ടി ഇനിയിപ്പോൾ യൂറോപ്പിലേക്ക് പോകുമ്പോഴത്തേക്കിനും ഇങ്ങനെ തന്നെയൊക്കെ ആയിരിക്കും മിക്കവാറും എന്തൊരവസ്ഥയല്ലേ മഴയായിട്ട് ബ്ലാക്ക് സീ ഒക്കെ കംപ്ലീറ്റ് അങ്ങ് എന്താ പറയുക ഭയങ്കര ഭീകരതയിൽ നിൽക്കുകയാണ് മക്കളെ അങ്ങനെ എനിക്ക് ഫ്രണ്ട് സീറ്റ് കിട്ടിയിരിക്കുകയാണ് അപ്പോൾ ഇവിടെ ഇരിക്കുന്ന ഡ്രൈവറോട് ഞാൻ ചോദിച്ചു ഇവിടെ ഇരുന്നോട്ടേ എന്ന് ചോദിച്ചപ്പം പുള്ളി എന്തൊക്കെയോ പറഞ്ഞു എനിക്കൊന്നും മനസ്സിലായില്ല അവസാനം ഞാൻ കൈയും കാലമൊക്കെ പിടിച്ച് എന്നോട് പറഞ്ഞപ്പോഴത്തേക്കിനും പുള്ളിക്ക് മനസ്സിലായി എനിക്ക് ഇവിടെ ഇരിക്കണമെന്ന് അങ്ങനെ അവസാനം പുള്ളിനോട് അവിടെ ഇരിക്കാൻ പറഞ്ഞു അപ്പോൾ നമ്മൾ ആ ഒരു ബ്ലാക്ക് സീയുടെ തീരത്തൂടെ കേട്ടോ നമ്മൾ ഇന്നും നാളെ ഒക്കെ പോകാൻ പോകുന്നത് അങ്കാര എത്താറാകുമ്പോഴേ നമ്മൾ ഇവിടെ നിന്ന് മാറുള്ളൂ അതുവരെ നമ്മൾ ഈ ബ്ലാക്ക് സീയുടെ തീരത്തൂടെ ഇങ്ങനെ ബ്ലാക്ക് സീ കണ്ടുകൊണ്ട് ഇങ്ങനെ പൊയ്ക്കൊണ്ടിരിക്കും നമ്മളിപ്പോൾ ഹോപ്പ എന്ന് പറഞ്ഞൊരു സ്ഥലത്തെത്തിയിരിക്കുകയാണ് ഹോപ്പ എന്ന് പറയുന്നതാണ് നമ്മൾ തുർക്കിയിൽ കയറി കഴിയുമ്പോൾ കാണുന്ന ഫസ്റ്റ് ടൗൺ എന്ന് പറയുന്നത് എനിക്ക് ചെറിയൊരു കോൾഡ് പിടിച്ചിട്ടുണ്ട് മിക്കവാറും അത് പനിയായി മാറാനുള്ള എല്ലാ സാധ്യതയും ഞാൻ കാണുന്നുണ്ട് എൻ്റെ ശബ്ദമൊക്കെ മാറിയിട്ടുണ്ട് ഹോപ്പ ബസ് സ്റ്റാൻഡാണ് ആ കിടക്കുന്ന ബസ് കണ്ടോ അതുപോലത്തെ ഒരു ബസ്സിലാണ് നമ്മൾ നാളെ അങ്കാരയ്ക്ക് പോകുന്നത് ഒരു ടിപ്പിക്കൽ ബസ് സ്റ്റാൻഡ് ഇവിടെ കുറേ ബസ്സുകളൊക്കെ കിടപ്പുണ്ട് എല്ലാം പ്രൈവറ്റ് ബസ്സുകളാണ് ഗവൺമെൻറ് വണ്ടികളൊന്നുമില്ല ടാക്സികളൊക്കെ കണ്ടില്ലേ ഫുൾ മഞ്ഞ കളറിലെ ടാക്സികളാണ് തുർക്കിയിലെ പള്ളികളൊക്കെ വേറെ ലെവലാണ് കേട്ടോ ഇതിങ്ങനെ ലോക്കൽ ബസ്സാണല്ലോ ഓരോ സ്ഥലത്തും സ്റ്റാൻഡിൽ കയറി ആൾക്കാരെ ഇറക്കി കയറ്റിയൊക്കെയാണ് പോകുന്നത് ഇതിപ്പോൾ വേറെ ഏതൊരു ടൗൺ എത്തി സാധാരണ ഒരു നമ്മുടെ നാട്ടിലേക്ക് പോലെ തന്നെ ഒരു ടൗൺ പക്ഷേ അവിടുത്തെ പള്ളി നോക്കിയാൽ എന്ത് രസമല്ലേ വീണ്ടും എത്തി നമ്മളെ മറ്റൊരു ബസ് സ്റ്റാൻഡിലേക്ക് എൻ്റെ ദൈവമേ എന്തുകൊണ്ടാണ് ഇത് ഫുള്ള് മഴയാട്ടോ ഇന്നലെ വൈകിട്ടെങ്ങാണ്ട് തുടങ്ങിയ മഴയാണ്
ഇപ്പോഴും മഴയാ, എത്ര ശക്തമായിട്ട് തിരയടിക്കുന്നത്. നമ്മുടെ ബ്ലാക്ക് സീയുടെ സമീപത്തായിട്ട് ഉള്ള ഒരു എയർപോർട്ടാണിത്. നമ്മൾ തുർക്കിയിൽ കയറുമ്പോഴത്തേക്കിന് ആദ്യം കാണുന്ന എയർപോർട്ട് ഇത്. എന്തോ റിസേ അർത്ത്വിൽ എന്ന് പറഞ്ഞൊരു എയർപോർട്ടാണിത് കേട്ടോ. ബ്ലാക്ക് സീയുടെ സമീപത്ത് ഊരെ പൊളിച്ച് ഈ വണ്ടി ഉണ്ടല്ലോ, എനിക്കിരുന്ന് മടുത്തിപ്പോൾ തന്നെ. ഇത് നമ്മളെ ഓർഡിനറി ബസ് പോകുന്ന പോലെ കേട്ടോ. എല്ലാ ചെറിയ ചെറിയ നഗരത്തിലും കയറി കയറി പോവും. വണ്ടിക്കകത്ത് ആകെ ഞാനുൾപ്പെടെ ഒരു 3-4 പേരേ ഉള്ളൂ. വണ്ടിക്കകത്ത് അധികം ആൾക്കാരൊന്നുമില്ല. ഈ വണ്ടി ഭയങ്കര കംഫർട്ടബിളായിരുന്നു. ഇനിയിപ്പോൾ നമുക്ക് ഏകദേശം ഒരു 35 കിലോമീറ്ററും കൂടെ ഉണ്ട് നമ്മൾ ത്രാപ്സനെത്താനായിട്ട്. 45 കിലോമീറ്റർ ഉണ്ട്. പക്ഷേ ഞാൻ ത്രാപ്സണിൽ ഇന്ന് താമസിച്ചിട്ട് നാളെ രാവിലെയാണ് എൻ്റെ അങ്കാരയ്ക്കുള്ള ബസ്. കാരണം കണ്ടിന്യൂസ് ഓവർനൈറ്റ് ട്രാവൽ ചെയ്യാനായിട്ട് ബുദ്ധിമുട്ടാണ്. ഞാൻ ടയേർഡായി. ഇന്ന് രാവിലെ ഇറങ്ങിയത് 7 മണിക്ക്, 12 മണിക്കൂറായി. അപ്പോൾ ഇന്നവിടെ നിൽക്കണം. അപ്പം ഹോട്ടലിൻ്റെ മുമ്പിൽ കൂടാണ് ഈ ബസ് പോകുന്നത്. ഡ്രൈവറിനോട് ചോദിച്ചു നോക്കണം ഹോട്ടലിൻ്റെ മുമ്പിൽ നിർത്തി തരുമോ എന്ന്. നിർത്തി തന്നാൽ നല്ലതായിരുന്നു. അങ്ങനെ നമ്മൾ ത്രാപ്സൺ ഇത് വലിയൊരു ടൗണാണ് കേട്ടോ. ത്രാപ്സൺ ഈസ്റ്റ് എന്നും പറഞ്ഞുകൊണ്ട് മെയിൻ ബസ് സ്റ്റാൻഡിൻ്റെ ഒരു 10 കിലോമീറ്റർ ഇപ്പുറത്താണ് നമ്മളിപ്പോൾ ഉള്ളത്. അയ്യോ, അങ്ങനെ ചേട്ടൻ എന്നെ ആ ഹോട്ടലിൻ്റെ മുമ്പിൽ ഇറക്കി വിട്ടു. അടിപൊളി വണ്ടിയായിരുന്നു കേട്ടോ. അത് മറ്റേ ഇതാണ്, മറ്റേ എന്താ സ്പ്രിൻഡർ അല്ലേ, സ്പ്രിൻഡർ. അതാണ് ഇത്. ആക്ച്വലി ഒരു സീസൈഡ് സിറ്റിയാണ്. നമ്മൾ ബത്തൂമിയൊക്കെ ഉണ്ടായിരുന്ന പോലെ തന്നെ അതേപോലെ തന്നെയുള്ള ഒരു സീസൈഡ് സിറ്റി. നല്ല ടയേർഡായി. എനിക്കാണെങ്കിൽ ഇപ്പം മൂക്കടപ്പുണ്ട്. പിന്നെ റണ്ണിങ് ന്യൂസും പ്രശ്നങ്ങളൊക്കെ വരാൻ സാധ്യതയുണ്ട്. അപ്പോൾ എന്തായാലും പോയി ഫുഡ് കഴിക്കട്ടെ. ഫുഡ് കഴിച്ചിട്ട് മരുന്ന് കഴിച്ചിട്ട് നേരത്തെ കിടന്ന് ഉറങ്ങണം. ഭയങ്കര ടയേർഡാണ്. ഇന്നലെ 2 ദിവസമായിട്ട് അടുപ്പിച്ച് ട്രാവലിംഗ് ആയിരുന്നു. റെസ്റ്റ് എടുക്കാമെന്ന് വെച്ച് കഴിഞ്ഞാൽ നാളെയും ഫുൾ പകൽ ബസ്സിലാണ്. നാളെയും കൂടെ കഴിഞ്ഞിട്ട് നമുക്ക് റെസ്റ്റ് എടുക്കാൻ പറ്റുള്ളൂ. എന്തായാലും ഫുഡ് കഴിക്കട്ടെ. പോയിട്ട് റൂമിലെത്തി ഞാൻ നോക്കാം. നമ്മളിപ്പോൾ ഈ ത്രാപ്സൺ എന്ന് പറയുന്ന സ്ഥലമുണ്ടല്ലോ, ഇത് നമ്മുടെ സിൽക്ക് റോഡിൻ്റെ ഭാഗമായിട്ടുള്ളൊരു സ്ഥലമാണ്. ഇവിടെ ഒരു ആയ സോഫിയ പള്ളിയുണ്ട് ഇവിടെയും. അത് പണ്ട് ചർച്ചായിരുന്നു. പിന്നീട് അത് കൺവേർട്ട് ചെയ്ത് അതും ഈ പറഞ്ഞ പോലെ ഹോസ്പിറ്റലാക്കി മാറ്റി, പിന്നെ മാർക്കറ്റാക്കി മാറ്റി. ഇപ്പോൾ അത് മോസ്കാണ്. അങ്ങനത്തെ ഒരു ആയ സോഫിയ ചർച്ച് ഇവിടെ ഉണ്ട്. കുറേ ചരിത്രമുള്ള സ്ഥലമാണ്. അൺഫോർച്ചുനേറ്റ്ലി എനിക്കിപ്പം സമയമില്ല. ഐ മിസ് ദിസ് പ്ലേസ്. ഞാൻ ഇവിടെ വീഡിയോ അപ്ലോഡ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. പിന്നെ നല്ല ചൂട് ചായ പറഞ്ഞു, അത് കുടിക്കാം. ഞാൻ എന്തോ ഒരു ടർക്കിഷ് ഫുഡ് ഓർഡർ ചെയ്താണ് ഇവിടെ നിന്ന്. കൊള്ളാമല്ലേ? ഈ ടർക്കിഷ് ഫുഡ് എന്ന് പറയുന്നത് വേറെ ലെവലാണ്. ഇത് ബീഫാണ്. ബീഫ് വിത്ത് എന്താ സംഭവം എന്നറിയില്ല. ഞാൻ കഴിച്ചു നോക്കിയിട്ട് പറയാം എന്താന്നുള്ളത്. കാണാൻ നല്ല ലുക്കുണ്ട്. ചായയാണ് കേട്ടോ, വേറെ ഒന്നുമല്ലേ, ചായയാണേ. ഈ സംഭവം കൊള്ളാം കേട്ടോ. ഒരു തൈരൊക്കെ ഇട്ടിട്ടുള്ള ഒരു ബീഫിൻ്റെ ഒരു കറി പോലത്തെ ഒരു സാധനമാണ്. എനിക്ക് മെയിൻ കോഴ്സും എല്ലാം കൂടെ ചേർത്ത് തൈരായിട്ടിരിക്കുന്നത് കേട്ടോ. ബ്രെഡും കൂടെ കൊണ്ടു തന്നിട്ടുണ്ട്. ഹായ്, ഗുഡ് മോർണിംഗ്. ഇന്നലെ ഗുളികയൊക്കെ കഴിച്ചിട്ട് കിടന്നുറങ്ങി. പനിയില്ല, മൂക്കടപ്പുണ്ട്, ബെറ്ററാണ്. ഇനിയിപ്പോൾ വേഴ്സാവാൻ നോക്കണം. സോ ഇതെന്താന്ന് പറഞ്ഞാൽ എൻ്റെ പൊന്നു, ഇവിടുത്തെ വൈഫൈ എന്ന് പറഞ്ഞാൽ കട്ട ഷോവായിരുന്നു. സ്പീഡേ ഇല്ലായിരുന്നു. എനിക്ക് വീഡിയോ അപ്ലോഡ് ചെയ്യണ്ടേ. ഞാനിട്ട് ഫോണിലും ഐപാഡിലൊക്കെ ആയിട്ട് വീഡിയോ അപ്ലോഡ് ചെയ്തിട്ട് ഓവർനൈറ്റ് ഇട്ടിട്ടാണ് വീഡിയോ ഒക്കെ അപ്ലോഡ് ആക്കിയിട്ടത്. എന്തൊക്കെ രാത്രി എനിക്ക് നോക്കുമ്പോൾ വിഷയമൊന്നും പറയണ്ട. ഞാൻ ഐറാലോ ഉപയോഗിച്ചിട്ട്, എൻ്റെ വേറെ സിമ്മില്ല, ഐറാലോ ഉപയോഗിച്ചിട്ട് അതിൻ്റെ ഡേറ്റ വെച്ചിട്ടാണ് ഞാൻ വീഡിയോ അപ്ലോഡ് ചെയ്തുകൊണ്ടിരുന്നത്. ഭയങ്കര കഷ്ടമാണ്. പക്ഷെ രാവിലെ 7:30 മണിയായി. ഞാനിട്ട് റെഡി ആവട്ടെ. രാവിലെ എൻ്റെ റൂമിൽ നിന്നുള്ള വ്യൂ ഉണ്ടോ? ശരിക്കും ഇത് ഭയങ്കര CV ഹോട്ടലായിരുന്നു. ആ CV ഹോട്ടലിൻ്റെ മുമ്പിൽ വേറെ അപ്പാർട്ട്മെൻറ്റുകൾ വന്നപ്പോഴത്തേക്കും ഇതിൻ്റെ വ്യൂ ഒക്കെ പാർഷ്യലായിട്ട് മാറിയിരിക്കുകയാണ്. അപ്പം ബ്ലാക്ക് സീ ആണ് ആ കാണുന്നത്, ഉണ്ടല്ലേ? നമുക്ക് ഈ ജനൽ തുറന്നവിടെ പുറത്തിറങ്ങാം. അടിപൊളി. ഇവിടെ വേറെ ബിൽഡിങ് വരുന്നത്. ഇതും കൂടെ വന്നു കഴിയുമ്പോഴത്തേക്കും ഈ ഹോട്ടലിൻ്റെ കംപ്ലീറ്റ് വ്യൂ പോകും. പക്ഷെ എന്ത് രസമല്ലേ? സോ ഇറ്റ്സ് ടൈം ടു ഗോ. ഇന്ന് 10-15 മണിക്കൂർ ബസ് യാത്രയാണ്. 10-15 മണിക്കൂർ ഇതുകൊണ്ട് എഴുതിയേക്കുന്നത്. ഇന്ന് ഞാൻ ഈ താമസിച്ച മുറി, ഇറ്റ് വാസ് യൂസ്ഡ് ആസ് എ ഗെയിം റൂം ഫോർ ദ ചിൽഡ്രൻ ഓഫ് എർത്ത്ക്വേക്ക് വിക്ടിംസ് ഹൂ സ്റ്റേഡ് ഇൻ അവർ ഹോട്ടൽ ആഫ്റ്റർ 2023 ഫെബ്രുവരിയിലുണ്ടായ എർത്ത്ക്വേക്കിൻ്റെ അതിനുശേഷം ഈ ഹോട്ടൽ എനിക്ക് തോന്നുന്നു അവിടുത്തെ വിക്ടിംസിന് വേണ്ടി തുറന്നു കൊടുത്തിരുന്നതാണെന്ന് തോന്നുന്നു. അവരുടെ ബോർഡ് റൂമായിരുന്നു, ഗെയിം റൂമായിരുന്നു ഇത്. ഇവിടെ നിന്നൊരു 15 കിലോമീറ്റർ ഉണ്ട് ബസ് സ്റ്റാൻഡിലേക്ക്. 15 കിലോമീറ്റർ എങ്ങനെ പോകുമെന്ന് എനിക്കറിയത്തില്ല. ടാക്സി കിട്ടുമോ, വേറെ എന്തെങ്കിലും കിട്ടുമോ എന്നൊന്നും എനിക്കറിയത്തില്ല.
എൻ്റെ മുഖമൊക്കെ ഉണങ്ങി ക്രീമൊക്കെ തേച്ചിട്ടും ഇനി വേറെ വല്ല ക്രീമും വാങ്ങണം. താങ്ക് യു. അപ്പോൾ എൻ്റെ വണ്ടി വന്ന്. എന്തോരം കെട്ടിടങ്ങളെന്നറിയോ ഇവിടെ ഫുള്ള് ഈ ബ്ലാക്ക് സിയോട് ചേർന്നുള്ള റിയൽ എസ്റ്റേറ്റിൻ്റെ പരിപാടികളാണ്. ഇത് നമ്മുടെ ഫിയറ്റിൻ്റെ ഏതൊരു വണ്ടിയാണ്, നമ്മളെ ലണ്ടൻ ടാക്സിയൊക്കെ പോലെ തന്നെ അതേപോലത്തെ ഒരു വണ്ടി. ഇവിടെ നിന്ന് ബസ് സ്റ്റാൻഡിൽ പോകാനായിട്ട് ഏകദേശം 400 രൂപ 500 രൂപ ആവും. 15 കിലോമീറ്ററിന്. ഇവിടെ ടാക്സിയും വണ്ടികളൊക്കെ കുറച്ച് എക്സ്പെൻസീവാണ്. ഇന്നലെയും മഴയായിരുന്നു, ഇന്നും മഴയാണെന്ന് എനിക്ക് തോന്നുന്നത്. മൊത്തം എന്ത് ഇൻഫ്രാസ്ട്രക്ചറാണെന്നറിയോ തുർക്കിയിൽ. ഇവരുടെ റോഡും കാര്യങ്ങളൊക്കെ അടിപൊളിയാണ്, എല്ലാ സെറ്റപ്പുകളും. എന്ത് കിടില അടിപൊളി സെറ്റപ്പാണെന്നറിയോ എല്ലാം. റോഡൊക്കെ നോക്കി. അങ്ങനെ ബസ് സ്റ്റാൻഡിലെത്തി. താങ്ക് യു സോ മച്ച്. ഐ വിൽ ടേക്ക്. താങ്ക് യു. സീ യു ബ്രദർ. ഹാപ്പി ന്യൂ ഇയർ. ഹാപ്പി ന്യൂ ഇയർ. ഇതാണ് ബസ് ടെർമിനൽ. നോക്കൂ, ഇത് അരസി ഒട്ടോ ബസ് ടെർമിനൽ. ബസ് ടെർമിനലാണ്. ഒട്ടോ ബസ് ടെർമിനൽ എന്ന് പറഞ്ഞാൽ ബസ് ടെർമിനൽ എന്നാണ് എന്തോ അർത്ഥം. കൊള്ളാമല്ലേ, അടിപൊളി ബസ്സാണല്ലോ. അടിപൊളി ബസ് സ്റ്റാൻഡാണല്ലോ. ഇവിടുത്തെ ഈ ഒരു ഭൂപ്രകൃതിയൊക്കെ നോക്കിയേ, മൊത്തം ഹിൽ ഏരിയ ആണ്. അതായത് സീ സൈഡ് ആണല്ലോ, സീ സൈഡിൽ മൊത്തം ഹിൽ ഏരിയാസ് ആണ്. ഈ ഒരു ഭാഗം കംപ്ലീറ്റ് ബ്ലാക്ക് സീ റീജിയൻ കംപ്ലീറ്റ് അങ്ങനെയാണ്. അതിൻ്റെ മേളിൽ മോസ്കൊക്കെ ഉണ്ട്, എന്തോരം കെട്ടിടങ്ങളല്ലേ, എന്തല്ലേ. നമ്മൾ നോർത്ത് ഈസ്റ്റ് ഒക്കെ പോകുമ്പോൾ കാണുന്ന പോലത്തെ ഒരു രീതിയിലാണ് ഇവിടുത്തെ കെട്ടിടങ്ങളും മറ്റുമൊക്കെ. സോ ലെറ്റ്സ് ഗോ ഇൻസൈഡ്. ബസ് സ്റ്റാൻഡ് എന്നൊക്കെ പറഞ്ഞാൽ അടിപൊളിയാണല്ലോ. എന്ത് നീറ്റാണല്ലേ, എന്ത് വൃത്തിയുള്ള ബസ് സ്റ്റാൻഡാണല്ലേ, അടിപൊളി. ഇവിടെ ഫാർമസി വല്ലതും ഉണ്ടോ നോക്കണം, എന്തെങ്കിലും എനിക്കൊരു മരുന്ന് എന്തെങ്കിലും വാങ്ങിക്കണം. ബസ് സ്റ്റാൻഡിൽ ഫാർമസി ഒന്നും കണ്ടില്ല, വേറെ റെസ്റ്റോറൻറ്റുകളൊന്നും ഇതൊക്കെയുണ്ട്. എനിക്ക് എന്ത് കിടിലൊരു എയർപോർട്ട് പോലെ അടിപൊളി ബസ് സ്റ്റാൻഡുകൾ. ഒരു രക്ഷയില്ല കേട്ടോ. ഇതിനകത്തിരിക്കാം, എന്നിട്ട് ബസ്സിൻ്റെ സമയമാകുമ്പോഴത്തേക്കിനും ഇത് ഈ കാണുന്ന പുറത്തിറങ്ങിയിട്ട് ബസ്സിൽ പോയി കയറാം. ഓരോരോ പ്ലാറ്റ്ഫോമുകൾ പോലെ തന്നെ അടിപൊളി. അങ്ങനത്തെ ഒരു ബസ്സിലാണ് നമ്മൾ പോകുന്നത്. ഉണ്ടാക്കിടക്കുന്ന ബസ് കണ്ട അലി ഉസ്മാൻ ഉലുസോയ് എന്ന് പറഞ്ഞ ഒരു കമ്പനിയുടെ ബസ്സാണത്. ഇവിടെ നിന്ന് അങ്കാരയ്ക്ക് ഓരോ അരമണിക്കൂറിൽ ഇവർക്ക് ബസ്സുണ്ട്. അലി ഉസ്മാൻ ഉലുസോയ്. ഇത് നമ്മളിന്നലെ വന്നില്ലേ ബോർഡർ, ജോർജിയ ബോർഡർ, അവിടേക്ക് പോകുന്ന വണ്ടിയാണ്. പിന്നെ ഓരോരോ സ്ഥലത്തേക്ക് ഇങ്ങനെ പോകുന്നുണ്ട്. അന്താലിക്ക് പോകുന്ന വണ്ടി എല്ലാം മെഴ്സീഡസ് ബെൻസിൻ്റെ വണ്ടികളാണ് കേട്ടോ. ഇത് കാമിൽ കോക്ക് എന്ന് പറഞ്ഞ വേറൊരു കമ്പനിയുടെയാണ്. അത് അലി ഉസ്മാൻ എന്ന് പറഞ്ഞിട്ട് നമ്മൾ പോകുന്ന വണ്ടി. നല്ല വൃത്തിയുള്ള നീറ്റ് വണ്ടികളാണ് കേട്ടോ എല്ലാം. ഇവിടുത്തെ ബസ് ഓപ്പറേഷൻസ് എന്ന് പറയുന്നത് ഇതുപോലെയുള്ള കുറച്ച് പ്രമുഖ പ്രൈവറ്റ് കമ്പനികളാണ്. ഇവിടെ ഗവൺമെൻറ് ബസ്സുകളൊന്നും ഇല്ല. സിറ്റിയിൽ വല്ലതും ഉണ്ടെങ്കിലേ ഉള്ളൂ. ബാക്കി ഇൻട്രസ്റ്റേറ്റ് വണ്ടികളെല്ലാം ഇതുപോലെയാണ് ഓടിക്കുന്നത്. എല്ലാ ബസ് സ്റ്റാൻഡുകളിലും ഇതുപോലെ ഈ കമ്പനികളുടെ ഓഫീസുകളുണ്ടാവും. എന്നിട്ട് ഇവരാണ് ഈ ബസ്സുകളെല്ലാം കൃത്യസമയത്ത് ഓപ്പറേറ്റ് ചെയ്യുന്നത്. അണ്ടർ കൺട്രോൾഡ് ബൈ ഗവൺമെൻറ്. ഇതിൻ്റെ ഫെയറും ബാക്കിയുള്ള കാര്യങ്ങളൊക്കെ ഫെയർ കൺട്രോളും മറ്റുമൊക്കെ ഗവൺമെൻറ്റിനുണ്ടാവും. നമ്മുടെ നാട്ടിലും ചെയ്യാവുന്ന ഒരു കാര്യമാണിത്. KSRTC മാത്രം കുത്തകയായിട്ട് നിൽക്കാതെ പ്രൈവറ്റ് ബസ്സുകൾ തോന്നിയ പോലെ തോന്നിയ ഫെയർ വാങ്ങിച്ച് ഓടിക്കാതെ ഗവൺമെൻറ് പ്രൈവറ്റ് ബസ്സുകളുടെ ഫെയർ കൺട്രോൾ ചെയ്ത് ഇതുപോലെയുള്ള ഇപ്പം വൈറ്റില മൊബിലിറ്റി ബസ് പോലെയുള്ള പ്രൈവറ്റ് ബസ് സ്റ്റാൻഡുകളിൽ ഇതുപോലെയുള്ള ബസ് കമ്പനികൾക്ക് ഓഫീസ് കൊടുത്ത് കൃത്യമായിട്ട് ഓർഗനൈസ് ചെയ്ത് ഓപ്പറേറ്റ് ചെയ്ത് കഴിഞ്ഞാൽ റോബിൻ ബസ്സിന് പോലെ ഉണ്ടായ പോലത്തെ പ്രശ്നങ്ങളൊന്നും ആർക്കും ഉണ്ടാവില്ല. MBDയുടെ ആ ഒരു റൂൾസ് ആൻഡ് റെഗുലേഷൻസ് ഒക്കെ കുറച്ച് പൊളിച്ചെഴുതി കഴിഞ്ഞാൽ ഇതൊക്കെ ഈസി ആയിട്ട് ആളുകൾക്ക് ഉപകാരപ്രദമാവുന്ന രീതിയിൽ ഓടിക്കാൻ പറ്റും. അലി ഉസ്മാൻ ഉലുസോയുടെ വണ്ടി വന്നെന്നാണ് എനിക്ക് തോന്നുന്നത്. പോയി നോക്കട്ടെ. നമ്മളെ വണ്ടി 10 മണിയുടെ വണ്ടിയാണ്. ഇവിടെ നിന്ന് 750 കിലോമീറ്റർ ഉണ്ട് നമുക്ക് അങ്കാര വരെ. 750 കിലോമീറ്റർ ഏകദേശം ഒരു 10, 12, 15 മണിക്കൂറൊക്കെ എടുക്കും തോന്നുന്നു. കറക്റ്റ് സമയമൊന്നും അറിയത്തില്ല. എന്തായാലും എത്തും അത്രേ ഉള്ളൂ. നമ്മുടെ ഏകദേശം 2000 രൂപയാണ് ഇതിൻ്റെ ടിക്കറ്റ് ചാർജ് വന്നിരിക്കുന്നത്. നമ്പർ 1 ഫ്രണ്ട് സീറ്റാണ് ഞാൻ ബുക്ക് ചെയ്തിരിക്കുന്നത്. അടിപൊളി വണ്ടിയാണല്ലോ. ഇതാണ് നമ്മുടെ സീറ്റ്. ഈ സീറ്റാണ് കുറച്ചും കൂടെ ഫ്രണ്ടിൽ സ്പേസ് ഉള്ളത്. ഞാനിതാണ് ബുക്ക് ചെയ്തിരിക്കുന്നത്. കുഴപ്പമില്ല, മോശമില്ല. കാലിച്ചിരി നിവർത്തി വെക്കാൻ പാടാന്നേ ഉള്ളൂ. ഇവിടെ എന്തോ ഡിസ്പ്ലേയും കാര്യങ്ങളൊക്കെ ഉണ്ട്. മെഴ്സിഡസ് ബെൻസിൻ്റെ വണ്ടിയാണ്. ഇതിൻ്റെ അകത്ത് 2x1 സീറ്റ്. ഇവിടെ ഒരു എമർജൻസി എക്സിറ്റ് ഉണ്ട്. ഈ സീറ്റുകളും കൊള്ളാം കേട്ടോ. ഇതും അടിപൊളിയാണ്, മോശമില്ലാത്ത സീറ്റുകളാണ്. ബസ് ഫുള്ളാന്ന് തോന്നുന്നു. കൊള്ളാമല്ലേ. ശരിക്കും നടുക്കത്തെ സ്പേസ് ഇത്രയും കൂടുതലല്ലേ. ഇത് ഇത്രയും സ്പേസ് വേണ്ടല്ലോ ബേസിക്കലി. ഇതിനകത്ത് 38 സീറ്റുകളുണ്ട്. ഇത്രയും സ്പേസുകൾക്ക് പകരം ഈ സീറ്റുകളൊന്നും ഇച്ചിരി വീതി കൂട്ടി വെച്ചുകൂടെ അല്ലേ. സംഭവം കൊള്ളാം, നല്ല വണ്ടിയാണ്. മെഴ്സിഡസ് ബെൻസ്. കംഫർട്ടബിൾ ആയാൽ മതിയായിരുന്നു, എങ്ങനെയാണെന്നറിയില്ല. ലെറ്റ്സ് സീ. എന്തായാലും 2+1 സീറ്റിംഗ് ലേഔട്ട്.
നമുക്ക് കാഴ്ചകളൊക്കെ കണ്ടുപോകാൻ വേണ്ടിയാണ് ഞാൻ ഫ്രണ്ടിൽ സീറ്റ് എടുത്തിരിക്കുന്നത്. ഇത് കുറച്ച് ക്ലസ്ട്രോഫോബിക് ആണ് ശരി. അപ്പുറത്തെ സീറ്റ് ബുക്ക് ചെയ്താൽ മതിയായിരുന്നു, അതാകുമ്പോൾ കുറച്ചും കൂടെ ലെഗ് സ്പേസ് ഉണ്ട്. ഇത് ലെഗ് സ്പേസ് ഉണ്ടോയെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ കാലൊന്നും നിവൃത്തി വെക്കാൻ പറ്റത്തില്ല. പിന്നെ പുഷ് ബാക്ക് ഉണ്ട്. പിന്നെ ഇവിടെ ഇത് ഡിസ്പ്ലേ വർക്ക് ചെയ്യുമോ എന്നറിയില്ല. അതായത് നമ്മുടെ ഐപാഡ് ഉണ്ട്, അത് വെച്ചിട്ട് വീഡിയോ കാണാം. അടുത്ത 10-13 മണിക്കൂർ ഇരിക്കേണ്ട വണ്ടിയാണ് സുഹൃത്തുക്കളെ. നല്ല വ്യൂ ആട്ടോ ഫ്രണ്ടിലേക്ക്. ഫുൾ ഇങ്ങനെ നല്ല അടിപൊളി കാഴ്ചകളൊക്കെ ഇങ്ങനെ കണ്ടുപോവാം. ഇതാണ് നമ്മുടെ ഡ്രൈവറുടെ കോക്പിറ്റ്. കൊള്ളാല്ലേ. നമ്മുടെ നാട്ടിലെ വോൾവോ സ്കാനിയ ബസ്സുകളൊക്കെ പോലെ തന്നെ മെഴ്സിഡസ് ബെൻസിന്റെ വണ്ടിയാണ്. ഈ മെഴ്സിഡസ് ബെൻസ് നമ്മുടെ നാട്ടിൽ ബസ്സുകളൊക്കെ ഇറക്കിയായിരുന്നു. കർണാടക RTC ഒക്കെ ഉണ്ടായിരുന്നു. പിന്നെ കുറേ പ്രൈവറ്റ് ഓപ്പറേറ്റേഴ്സ് ഒക്കെ വാങ്ങിച്ചാണ്. പക്ഷേ അത് നമ്മുടെ നാട്ടിൽ അത്ര സക്സസ് ആയില്ല. ഈവൻ സ്കാനിയ പോലും പൂട്ടിപ്പോയി. ഇപ്പോൾ വോൾവോ മാത്രമാണ് അത്യാവശ്യം പിടിച്ചു നിൽക്കുന്നത്. സ്കാനിയയുടെയൊക്കെ ബസ്സുകൾ വാങ്ങിച്ച ആൾക്കാർ പെട്ടുപോയി സത്യം പറഞ്ഞാൽ. KSRTC അടക്കം സ്കാനിയയുടെ ബസ്സുകൾ വാങ്ങിച്ചിട്ടുണ്ടല്ലോ. 7 ലക്ഷം കിലോമീറ്റർ ഓടിയ വണ്ടിയാണെന്ന് തോന്നുന്നു. ഈ കണ്ടാൽ പറയും 7 ലക്ഷം കിലോമീറ്റർ ഓടിക്കണമെന്ന്. അത്ര മെയിൻറ്റൈൻഡ് ആട്ടോ വണ്ടി. 7 ലക്ഷം കിലോമീറ്റർ ഓടിയ വണ്ടിയാന്ന് പറയും ഇത് കണ്ടാൽ. അടിപൊളി. നമ്മുടെ ബാഗ്, വലിയ ബാഗ് ഞാൻ അകത്ത് വെച്ചു. പിന്നെ എൻ്റെ വാല്യൂബിൾസും ബാക്കിയുള്ള സാധനങ്ങളൊക്കെ ഞാനൊരു കുട്ടി ബാഗിലിട്ടിട്ട് എൻ്റെ കയ്യിൽ വെച്ചു. അങ്ങനെയാണ് ഞാൻ എപ്പോഴും ചെയ്യാറ്. ബസ് സ്റ്റാൻഡിൻ്റെ സമീപത്ത് തന്നെ ഒരു മോസ്ക് ഉണ്ട്. ഇവിടെ ബസ് സ്റ്റാൻഡിലേക്ക് വേറെ ഒരു വഴിയും വന്ന് കയറാൻ പറ്റില്ല കേട്ടോ. നമ്മൾ ഫ്രണ്ടിലൂടെ സെക്യൂരിറ്റി ചെക്കൊക്കെ കഴിഞ്ഞ് മാത്രമേ കയറാൻ പറ്റുള്ളൂ. അത് വേറെ വഴികളൊന്നുമില്ല. ബസ്സുകൾ പോകുന്നത് ഇറങ്ങുന്നതായിട്ടുള്ള വഴികളിൽ ബസ്സുകൾക്ക് മാത്രമേ പോകാനും ഇറങ്ങാനും പറ്റുള്ളൂ. അങ്ങനെയാണ് പരിപാടികളൊക്കെ. ശരിക്കും അങ്ങനെയല്ലേ വേണ്ടത്. അതാണ് ബസ് ഇറങ്ങുന്നതും കയറുന്നതുമായിട്ടുള്ള വഴി. അവിടെ ബാരിക്കേഡ് ഉണ്ട്, അത് വെച്ചിട്ട് സ്കാൻ ചെയ്തിട്ടൊക്കെയാണ് കയറി വരുന്നതും ഇറങ്ങി പോകുന്നതൊക്കെ. ഉണ്ടോ, അത്ര ഓർഗനൈസ്ഡ് ആണല്ലോ. അലി ഉസ്മാൻ ഉൽസോയ് എന്ന് പറയുന്ന ഇവിടുത്തെ ഒരു ബിഗ് ഷോട്ട് ആണെന്ന് തോന്നുന്നു. അവർക്ക് കുറേ വണ്ടികളുണ്ട്. ഇതെല്ലാം അവരുടെ വണ്ടികളാണ്. ഓരോ മണിക്കൂറിൽ ഇവിടെ നിന്ന് അങ്കാരയ്ക്കും പല സ്ഥലങ്ങളിലേക്കും വണ്ടികളുണ്ടെന്നേ. ബസ്സിൽ സ്നാക്സ് ഒക്കെ കിട്ടുമെന്നറിയില്ല. ഇതിനകത്ത് സ്നാക്സ് ഒക്കെ കയറ്റുന്നേക്ക് അതിനകത്ത് എന്തോ സാധനങ്ങളൊക്കെ കയറ്റുന്നുണ്ട്. പറയാൻ പറ്റില്ല, ചിലപ്പോൾ എന്തെങ്കിലുമൊക്കെ കിട്ടുമായിരിക്കും. ഹോട്ടലിൽ നിന്ന് ഇങ്ങോട്ട് 10 കിലോമീറ്റർ വരാൻ ടാക്സിക്ക് ഞാൻ നമ്മുടെ 500 രൂപയാണ് കൊടുത്തത്. പക്ഷേ ഇവിടെ നിന്ന് 750 കിലോമീറ്റർ പോകാൻ ഈ ബസ്സിന് നമ്മൾ കൊടുത്തിരിക്കുന്നത് നമ്മുടെ 2000 രൂപ. എന്തല്ലേ. അങ്ങനെ നോക്കുമ്പോൾ ഏറ്റവും ചീപ്പായിട്ട് ഏറ്റവും റേറ്റ് കുറഞ്ഞ പബ്ലിക് ട്രാൻസ്പോർട്ട് എന്ന് പറയുന്ന വിമാനമല്ലേ. ശരിയല്ലേ. എത്ര 1000 കിലോമീറ്റർ വരെ നമ്മൾ എത്ര രൂപ കൊടുക്കുന്നല്ലേ. ബസ്സിലെ സ്റ്റാഫിൻ്റെ ഒക്കെ യൂണിഫോം കണ്ടില്ലേ, എല്ലാവരും വെൽ ഡ്രസ്ഡ് ആണ്. അതായത് നല്ല എക്സിക്യൂട്ടീവ് ലുക്കിൽ യൂണിഫോം ഒക്കെ ഇട്ട്, ഇപ്പോൾ വിൻ്റർ ആയതുകൊണ്ട് അതിൻ്റെ മേളിൽ ജാക്കറ്റൊക്കെ ഇട്ട് അങ്ങനെയാണ് ഇവരെല്ലാവരും. ആ ചെയ്യുന്ന ജോലിയോടുള്ള ഒരു പ്രൊഫഷണലിസം ഉണ്ടല്ലോ, അത് വലിയൊരു കാര്യമല്ലേ. അങ്ങനെ നമ്മുടെ ബസ് വിട്ടു. കറക്റ്റ് 10 മണിക്ക്. ഇപ്പോൾ അരമണിക്കൂറായി. നമ്മൾ ഈ ബ്ലാക്ക് സീയുടെ സൈഡിൽ കൂടെ തന്നെയാണ് അടുത്ത എനിക്ക് തോന്നുന്നൊരു 100-300 കിലോമീറ്റർ പോയിക്കൊണ്ടിരിക്കുന്ന ഈ ബ്ലാക്ക് സീയുടെ സമീപത്തൂടെ തന്നെയാണ്. ഈ ബ്ലാക്ക് സീയുടെ സമീപത്തുള്ള ഒരു നല്ല അടിപൊളിയായിട്ടൊരു ഹൈവേ, പിന്നെ ഇവിടുത്തെ വീടുകളും കെട്ടിടങ്ങളെല്ലാം ഇതേപോലെ തന്നെയാണ്. ബ്ലാക്ക് സീയുടെ റോഡിൻ്റെ അപ്പുറത്തും ഇപ്പുറത്തും ആയിട്ട് നമുക്ക് ഇവിടുത്തെ വീടുകൾ, കെട്ടിടങ്ങളും മറ്റ് സംഭവങ്ങളൊക്കെ കാണാം. ത്രാബ്സൺ നഗരം എന്ന് പറയുന്നത് അത്യാവശ്യം നല്ലൊരു സ്ഥലമായിരുന്നു. ഞാൻ താമസിച്ച ഹോട്ടലിൽ ഞാൻ ബഹ്റിനിൽ നിന്നും വന്ന ഒരു 2 മലയാളി ഫാമിലിനെയൊക്കെ പരിചയപ്പെട്ടായിരുന്നു. അവർ ടൂർ വന്നെന്ന് പറയുന്നുണ്ടായിരുന്നു. പാക്കേജ് ട്രിപ്പൊക്കെ എടുത്ത് വരുന്ന ഒരു സ്ഥലമാണെന്ന് എനിക്ക് മനസ്സിലായി. അപ്പോൾ അങ്ങനെ ധാരാളം ആളുകൾ വരുന്നൊരു ടൂറിസ്റ്റ് കേന്ദ്രമായിരുന്നു ത്രാബ്സൺ. നമുക്ക് ന്യൂ ഇയറിന് ഇസ്താൻബുളിൽ എത്തണം എന്നുള്ളത് കൊണ്ടാണ് ഞാനിപ്പോൾ ധൃതി പിടിച്ച് ഓടിപ്പിടിച്ച് പോകുന്നത്. എന്തായാലും അത് മാത്രമല്ല, നമുക്ക് യൂറോപ്പിൽ കയറണം എത്രയും പെട്ടെന്ന്. ഇനിയിപ്പോൾ നമുക്ക് എന്താ പറയുക, ഫാസ്റ്റായിട്ട് പോകാനല്ലേ പറ്റുള്ളൂ. കാരണം വിൻ്ററാണ്. നമുക്ക് കാര്യമായിട്ട് നമുക്ക് കാഴ്ചകളൊന്നും കണ്ട് പോകാനൊന്നും പറ്റുമൊന്നുമില്ല. അപ്പോൾ നമുക്ക് യൂറോപ്പിൽ കയറിയിട്ട് യൂറോപ്പിൻ്റെ വിൻ്റർ കാഴ്ചകൾ കാണാം. അതാണ് നമ്മുടെ മെയിൻ സംഭവം എന്ന് പറയുന്നത്. ഇവിടുത്തെ ഒരു വൃത്തിയുടെ കാലാവസ്ഥ, അത് ലൈക്ക് വിൻ്ററും അല്ല സമ്മറും അല്ല, ഒരു ഭംഗിയില്ലാത്ത കാലാവസ്ഥയാണ്. നമ്മളെ പോലീസ് പിടിച്ചു. കേസ് ഓവർ സ്പീഡ് ആണെന്ന് തോന്നുന്നു, എന്താണെന്ന് അറിയില്ല. പോലീസ് പിടിച്ചു. കുറേ വണ്ടികൾ പിടിക്കുന്നുണ്ട്. ഒരു 2 മണിക്കൂർ കഴിഞ്ഞെന്ന് തോന്നുന്നു. എവിടെ ഒരു സ്ഥലത്ത് വണ്ടി നിർത്തി. ഇവിടെ ചക്കപ്പഴം പോലത്തെ കുറേ സാധനങ്ങളൊക്കെ വെച്ചിരിക്കുന്നുണ്ടല്ലേ. ഇത് നമ്മുടെ വെട്ടേക്ക് പോലത്തെ എന്തോ ഐറ്റംസ് ഒക്കെയാണ്. ഇത് കണ്ടോ അതൊക്കെ. ഇതിവർ ബ്രെഡ് ഉണ്ടാക്കുന്ന അടുപ്പാണെന്ന് തോന്നുന്നു. ഇവിടെ വേറെ ഒന്നും ഇല്ല കേട്ടോ, ഇത് മാത്രമേ ഉള്ളൂ കേട്ടോ. അതൊക്കെ ഇത് കണ്ടില്ലേ, എന്തൊക്കെ സാധനങ്ങളാന്ന് നോക്കി. ബസ്സിൽ എല്ലാ ആൾക്കാരും ഇറങ്ങി കേട്ടോ. എല്ലാവരും ഇറങ്ങി പുറത്തുനിന്ന് എന്തൊക്കെയോ വാങ്ങുന്നുണ്ട്. ഇത് ഇവിടുത്തെ എന്തോ ഒരു ഫേമസ് സംഭവമാണെന്ന് തോന്നുന്നു.
ഞാനൊരു ബിസ്ക്കറ്റ് വാങ്ങിച്ചു, വേറെ ഒന്നും വാങ്ങിച്ചില്ല. ഇനി ഇത് ഇവരുടെ ലഞ്ച് വല്ലതും ആണോന്ന് എനിക്കറിയത്തില്ല. നമ്മുടെ ബസ്സിൻ്റെ ഡ്രൈവറും കണ്ടക്ടറും അവിടെ അകത്ത് നിന്ന് ബ്രെഡ് വാങ്ങിച്ച് മുറിക്കുന്നുണ്ട്. നമ്മുടെ വണ്ടി വീണ്ടും വിട്ടു. ഇവർ കാപ്പി കുടിക്കാനായിട്ടുള്ള ഇത് കൊണ്ട് തന്നു. ഒരു ക്രാക്കേഴ്സ് ബിസ്ക്കറ്റ് പോലത്തെ ഒരു സാധനം കൊണ്ട് തന്നു. അപ്പോൾ ഇനി വെള്ളം അവർ കൊണ്ടുവരുമായിരിക്കും അല്ലേ. ശരിക്കും ഒരു വിമാനം പോലെ അല്ലേ. ഞാൻ ഇവിടെ സിനിമയൊക്കെ കണ്ടിരിക്കുന്നു. ചൂടുവെള്ളം കൊണ്ട് തന്നു. അതിനകത്ത് നമുക്ക് ഈ പൊടി ഇട്ടിട്ട് കാപ്പി ഉണ്ടാക്കി കുടിക്കാം. ഈ നമ്മുടെ നാട്ടിൽ ഈ പ്രൈവറ്റ് ബസ്സുകളൊക്കെ ഓപ്പറേറ്റ് ചെയ്യുന്ന പോലെ തന്നെ പ്രൈവറ്റ് ബസ്സുകൾ ബസ് സ്റ്റാൻഡിൽ കയറത്തില്ല, പകരം ഏതെങ്കിലുമൊക്കെ ട്രാവൽ ഏജൻസി വഴി അവരുടെ ഓഫീസ് വഴിയൊക്കെ അല്ലേ അവിടെ ഓപ്പറേറ്റ് ചെയ്യുന്നത്. പക്ഷേ ഇവിടെ അങ്ങനെയല്ല. ഇവിടെ എല്ലാ ബസ് സ്റ്റാൻഡിലും ഇവിടുത്തെ ട്രാവൽ ഏജൻസികളുടെ, അതായത് ബസ് ഓപ്പറേറ്റർമാരുടെ ഓഫീസുകളുണ്ടാവും. അപ്പോൾ നമ്മളിപ്പോൾ ഏതോ ഒരു സ്ഥലത്ത് ഏതോ ഒരു ടൗണിലൊരു ബസ് സ്റ്റാൻഡിലേക്ക് വന്നിരിക്കുകയാണ്. ഇവിടെ കുറേ ബസ്സുകൾ വരുമ്പോൾ നമ്മുടെ ആലിയോസ് മനുൽസോയുടെ ബസ്സിൻ്റെ ഓഫീസും ഇവിടെ ഉണ്ട്. അപ്പോൾ ഇവിടെ നിന്ന് ഇവർ സാധനങ്ങൾ കയറ്റും, ആൾക്കാരെ കയറ്റും. ഭയങ്കര സിമ്പിൾ ഓപ്പറേഷൻസ്. ഇവിടെ ഉണ്ട് കേട്ടോ ബസ്സിനകത്ത് കയറി കച്ചവടം ചെയ്യുന്ന ആൾക്കാർ. ഈ വളയം പോലത്തെ സാധനം, ഡോണറ്റ് പോലത്തെ ഇരിക്കുന്ന സാധനം, ഇത് എല്ലാ ബസ് സ്റ്റാൻഡിലും കാണാം. എന്താ പരിപാടി നടന്നില്ല. നമ്മൾ വേറെ ഏതോ ഒരു സിറ്റിയിലെത്തിയിരിക്കുകയാണ്. ഇവിടെ ഉണ്ട് ഇതേപോലെ കുറേ ബസ് കമ്പനികളുടെ ഓഫീസ്. ബസ് സ്റ്റാൻഡിനകത്ത് വന്നിരിക്കുകയാണ്. ബസ് നിർത്തുമ്പോഴത്തേക്കിനും കുറേ ആൾക്കാരുണ്ട്. എല്ലാവരും പുറത്തിറങ്ങുന്ന സീറ്റ് വിളിക്കും. അപ്പോൾ നമ്മുടെ ബസ് ഇവിടെ നിർത്തി കുറേ ആൾക്കാർ ഇറങ്ങുന്നു, കയറുന്നു. ഇത് ശരിക്കും നമ്മുടെ നാട്ടിൽ നമ്മുടെ സൂപ്പർ ഫാസ്റ്റ് ബസ്സൊക്കെ പോകുന്ന പോലെ എല്ലാ സ്റ്റാൻഡിലും കയറും. എല്ലാ സ്റ്റാൻഡിൽ മാത്രമേ കയറുള്ളൂ. സ്റ്റാൻഡിൽ കയറി ആളെ ഇറക്കി കയറ്റി അങ്ങനെയാണ് പോകുന്നത്. ക്രിസ്മസും ന്യൂ ഇയർ ഒക്കെ ആയതുകൊണ്ട് എല്ലാവരും ഭയങ്കര യാത്രകളിലാണ്. എല്ലാവരും ഫാമിലി ആയിട്ട് എന്താ പറയുക ട്രിപ്പൊക്കെ പോകുന്നു, അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ പോകുന്നു. ആ ബസ്സിൻ്റെ ചേട്ടൻ പയ്യൻ അവർക്ക് സാധനങ്ങൾ എടുത്ത് വെക്കാൻ വേണ്ടി സഹായിച്ചുകൊണ്ടിരിക്കുകയാണ്. നമ്മുടെ ബസ് കമ്പനിക്കാർ ഇവിടുത്തെ വലിയ ടീമാണ് കേട്ടോ. ഇവർക്ക് ഇവിടെ സ്വന്തമായിട്ട് പെട്രോൾ പമ്പും ഹോട്ടലും റെസ്റ്റോറൻറ്റും ഒക്കെ ഉണ്ട്. അപ്പോൾ ഇവിടെ ഒരു റെസ്റ്റോറൻറ്റിൽ ഫുഡ് കഴിക്കാൻ വേണ്ടി നിർത്തിയിരിക്കുകയാണ്. എത്ര സമയം ഉണ്ടെന്ന് എനിക്ക് അറിയത്തില്ല. എന്തായാലും എല്ലാവരും ഒരു ഇറങ്ങി ഫുഡ് കഴിക്കാൻ പോകാൻ പറഞ്ഞു. ആൾക്കാർ തണുപ്പായോണ്ടില്ല എന്നുണ്ടെങ്കിൽ പുറത്തിരുന്നേരം എല്ലാവരും. എവരിബഡീസ് സിറ്റിംഗ് ഇൻസൈഡ് ഐ ഗസ്. ഇതെന്താ സൂപ്പർ മാർക്കറ്റും റെസ്റ്റോറൻറ്റും അങ്ങനത്തെ പരിപാടികളാണെല്ലാം. വൻ സെറ്റപ്പാട്ടോ എല്ലാം. എന്തായാലും സ്വന്തമായിട്ടൊരു ബസ് കമ്പനി എല്ലാ സെറ്റപ്പും ഉണ്ടാക്കുക, എന്നിട്ട് ഫുഡ് കഴിക്കുക. ഇതെങ്ങനെയാണ്? ഇവിടെ മറ്റേ ബൊഫയാണ്. കുറേ സാധനങ്ങളുണ്ട്. സോ വി ക്യാൻ ചൂസ് വാട്ട് എവർ വി വാണ്ട് ആൻഡ് ഗെറ്റ് ഇറ്റ് ബിൽഡ് ആൻഡ് ഈറ്റ്. ആദ്യം ഇതിൻ്റെ സൂപ്പ് എടുക്കുക. നമുക്ക് സൂപ്പ് തന്നു. ഇത് ചിക്കൻ കറിയാണെന്ന് തോന്നുന്നു. പിന്നെ എന്തൊക്കെയോ കറികളൊക്കെ ഉണ്ട്. പിന്നെ വഴുതനങ്ങിയ സംഭവങ്ങളും. അപ്പം ഞാൻ ഈ സാധനം എടുത്തു. ഇതെല്ലാം കൂടെ 500 രൂപ. അതായത് ഇതും പിന്നെ സൂപ്പും പിന്നെ ഇത് ഫ്രീ ആണ്. ഒരു വെള്ളം എല്ലാം കൂടെ. ഇവിടുത്തെ ഇവരുടെ 200 ടർക്കിഷ് ലിറ. ടർക്കിഷ് ഫുഡ് നമുക്ക് കഴിക്കാൻ പറ്റുന്ന ഫുഡാട്ടോ എല്ലാം. അത് നല്ല ടേസ്റ്റ് ഉണ്ട്. നമ്മുടെ ഫിസിലി അല്ലേ, പാസ്ത പോലത്തെ. നമ്മുടെ പരിപ്പ് സൂപ്പ്, ലെൻറ്റിൽ സൂപ്പ്, അത് കൊള്ളാം, നല്ല ടേസ്റ്റ് ഉണ്ട്. പാസ്ത അടിപൊളിയാണ്. അവിടെ ഒരു ബസ് കഴുകി വൃത്തിയാക്കിക്കൊണ്ടിരിക്കുന്നു. ഇവിടെ ഒരു ബസ് കിടക്കുന്നത്. ഇത് പുത്തനാന്ന് തോന്നുന്നു കണ്ടിട്ട്. എല്ലാം പുത്തൻ വണ്ടികൾ പോലെ ഉണ്ട്. നമ്മുടെ വണ്ടിയിലെ ഡ്രൈവർ ഭക്ഷണം എല്ലാം കഴിച്ച് കയറി ഇരിപ്പുണ്ട് പോകാൻ റെഡി ആയിട്ട്. സമയം ആക്ച്വലി 3:15. ഇപ്പം ഇരുട്ടും. അതാണ് ഇവിടുത്തെ ഒരു പ്രശ്നം. ഇത്ര നേരം നമ്മുടെ ഡ്രൈവർ വണ്ടിയുടെ ഇപ്പോൾ ഡ്രൈവർ ചേഞ്ച് ചെയ്തു. ഇതിൻ്റെ പുറകിൽ ആ എമർജൻസി ഡോറിൻ്റെ അവിടെ ആയിട്ടൊരു ബെഡ് സ്പേസ് ഇവർ റെഡിയാക്കിയിട്ടുണ്ട്. മറ്റേ പുള്ളി അവിടെ കിടന്ന് ഉറങ്ങുമായിരുന്നു തോന്നുന്നു ഇത്ര നേരം. അവരുടെ സ്വന്തം പമ്പ്, അവരുടെ സ്വന്തം ആലിയോസ് കണ്ടോ. അവരുടെ വണ്ടിയുടെ പേര്, കമ്പനിയുടെ പേര് വിളിച്ചിരിക്കുന്നതല്ലേ. അവരുടെ സ്വന്തം പമ്പും സ്വന്തം റെസ്റ്റോറൻറ്റും ഇവിടുത്തെ ഏതൊരു കുത്തക ടീമാട്ടോ. കോട്ടയം ഞാൻ കുറച്ച് നേരം ഉറങ്ങി. ഈ ഡ്രൈവർ ഭയങ്കര സീറ്റ് വലിയാണ്. ഇയാൾ തൊട്ടയും പിടിച്ചതിലും വലിയായിരുന്നു. വണ്ടിക്കകത്തിരുന്ന് വലിയോടെ വലിയ പുള്ളി. വണ്ടിക്കകത്തിരുന്നൊക്കെ വലിയ, നിർത്തുമ്പോഴല്ല അകത്തിരുന്നും വലിയാണ്. എന്ത് കഷ്ടം. അത് ഇവിടെ നല്ല മഴക്കാർ. ഇപ്പോൾ വീണ്ടും നോക്ക്, എന്തോ മഴക്കാറാന്നൊക്കെ. ഇത് വേറെ ഏതോ കമ്പനിയുടെ ബസ്. അയ്യോ ഒന്നും പറയണ്ട. നമ്മൾ രാവിലെ 10 മണിക്ക് കയറിയതല്ലേ. നമ്മളിപ്പോൾ 7 മണിക്കൂറായി നമ്മൾ വിട്ടിട്ട്. ഇതുവരെ നമ്മൾ 350 കിലോമീറ്ററാണ് കവർ ചെയ്തത്. ഇപ്പോൾ ആയിട്ട് 5 മണിയായി. ഇനിയുണ്ട് ഇവിടെ നിന്ന് 400 കിലോമീറ്റർ. എത്ര മണിക്ക് ഞാൻ റൂമിലെത്തുന്നത് എനിക്കൊരു ഐഡിയ ഇല്ല. സാംസൺ എന്നായിരുന്നു നമ്മളിപ്പോൾ വന്ന സ്ഥലത്തിൻ്റെ പേര്. ഇപ്പോൾ വണ്ടി നിർത്തിയ സ്ഥലത്തിൻ്റെ പേര് SAMSUN. സാംസൺ എന്ന വണ്ടി വിട്ടു. ഇനി 400 കിലോമീറ്ററാണ്. സമയം 5:15. എത്ര മണിക്ക് അങ്കാര എത്തും എനിക്കൊരു ഐഡിയ ഇല്ല.
അപ്പം ഇരുട്ടാറായി, 5 മണി ആയതേ ഉള്ളൂ, പക്ഷേ ഇരുട്ടാറായി, മഴയും തുടങ്ങി. ആകെ 2 ദിവസമായിട്ട് ഭയങ്കര വൃത്തിവിട്ട കാലാവസ്ഥയും എനിക്കാണെങ്കിൽ കോൾഡും. എനിക്ക് വീണ്ടും മൂക്കടഞ്ഞു തുടങ്ങി. അപ്പോൾ നമ്മളിപ്പോൾ ബ്ലാക്ക് സീ ഏരിയ കഴിഞ്ഞു കേട്ടോ. ബ്ലാക്ക് സീ ഏരിയയിൽ നിന്ന് നമ്മളിപ്പം തുർക്കിയുടെ മധ്യഭാഗത്തേക്ക് പോയിക്കൊണ്ടിരിക്കുകയാണ്. വീണ്ടും കാപ്പിക്ക് വേണ്ടിയുള്ള സാധനങ്ങൾ കൊണ്ട് തന്നു. ഇവിടെ ഒരു ചേട്ടൻ ബിസ്ക്കറ്റ് കൊണ്ട് തരുന്നുണ്ട്. കൊള്ളാമല്ലേ, രാവിലെയും തന്ന ചായ, വൈകിട്ടും തന്ന ചായ, ഫുഡും കൂടെ ഫ്രീ ആയിട്ട് തന്ന അടിപൊളിയായിരുന്നു. അപ്പോൾ ഡിന്നറിനായിട്ട് ഇതുകൊണ്ട് ഇവരുടെ അടുത്ത ഹോട്ടലിൽ കൊണ്ട് നിർത്തിയിട്ടുണ്ട്. അലി ഉസ്മാൻ ഉലുസോയ്. വീണ്ടും അലി ഉസ്മാൻ ആണുള്ളത്. ഇവിടെ ഇവരുടെ കുറേ ബസ്സുകൾ കിടപ്പുണ്ട്. അടിപൊളി, ഇത് കൊള്ളാമല്ലേ. നമ്മുടെ KSRTC സ്വന്തമായിട്ട് റെസ്റ്റോറൻ്റൊക്കെ തുടങ്ങി എങ്ങനെ ഇരിക്കും അതേപോലെ. അങ്ങനെ നമ്മുടെ അലി ഉസ്മാൻ ഉലുസോയ് ഇവിടെ ബസ്സിൽ ഡിന്നർ കഴിക്കാൻ വേണ്ടി നിർത്തിയിരിക്കുകയാണ്. ഇവിടെ ഡോണറൊക്കെ ഉണ്ടെന്ന് തോന്നുന്നു കേട്ടോ. ഡോണർ കബാബൊക്കെ ഉണ്ട്. അപ്പോൾ നമുക്ക് ഡോണർ കഴിക്കാം. നൈസ്. ഇത് വലിയ സെറ്റപ്പാട്ടോ. ഇവിടെ ഒരു കടയൊക്കെ ഉണ്ട്. പിന്നെ ഇവിടെ കുറേ റെസ്റ്റോറൻറ്റുകൾ ഇതിനകത്ത് ഇങ്ങനെ ചെറുതും വലുതുമായിട്ടൊക്കെ ഉണ്ട്. ഇവിടെയുണ്ട് മറ്റേ സാധനം, ഇത് നമ്മൾ ഉച്ചയ്ക്ക് കഴിച്ച പോലത്തെ ഫുഡ്, പിന്നെ ഒരു കോഫി. നമുക്ക് ഡോണർ വാങ്ങിക്കാം അല്ലേ. അപ്പോൾ ഞാൻ എൻ്റെ ഇത് വാങ്ങിച്ച് ഡോണർ. എന്തോരം ബസ്സുകളാണെന്നറിയോ ഇവർ ഓപ്പറേറ്റ് ചെയ്യുന്നത്. തലങ്ങും വിലങ്ങും എത്ര ബസ്സുകളാണെന്നറിയോ. ഒരേ ബസ്സുകൾ, ഒരേപോലത്തെ ബെൻസിൻ്റെ വണ്ടികളാണ് അങ്ങോട്ടും ഇങ്ങോട്ടും എല്ലാം. ഏതൊക്കെ റൂട്ടിൽ ഓടിക്കുന്നതെന്നറിയോ. എന്തായാലും ഭയങ്കര സംഭവം കേട്ടോ ഇത്. ബസ്സിൻ്റെ ഗ്ലാസ്സൊക്കെ രാത്രി കഴുകി കൊടുക്കാനായിട്ട് ഇവിടെ ഡെഡിക്കേറ്റഡ് സ്റ്റാഫ് വരെയുണ്ട്. കണ്ടോ, നോക്കി അവർ കഴുകി കൊടുക്കുന്നുണ്ട് ഓരോ ബസ്സിൻ്റെ ഗ്ലാസ്സൊക്കെ. അപ്പോൾ നമ്മൾ ഡിന്നർ കഴിഞ്ഞു, നമ്മൾ പുറപ്പെട്ടു. ഇനിയുണ്ട്, എത്ര മണിക്കൂറുണ്ടെന്ന് എനിക്കറിയില്ല. ഇപ്പോൾ സമയം 8:45 ഇവർ രാത്രി 9 മണിയായപ്പോൾ വീണ്ടും കാപ്പി കൊണ്ട് തന്നു. ഇടയ്ക്കിടയ്ക്ക് ഇങ്ങനെ കാപ്പി കൊണ്ട് തരുന്നത് വലിയ ഇഷ്ടമാണ് കേട്ടോ. നല്ല നല്ല കാപ്പിയാണ്. അങ്ങനെ ഫൈനലി രാത്രി 11 മണിയായി. നമ്മൾ അങ്കാര എത്തി. ഇന്ന് നാളെ എവിടെയാണ് നമ്മൾ താമസിക്കുന്നത്. അത് കഴിഞ്ഞിട്ടാണ് നമ്മൾ ഇസ്താംബുളിലേക്ക് പോകുന്നത്. അപ്പോൾ ഇവിടെ നിന്ന് ഞാൻ ഗൂഗിൾ മാപ്പ് ഓപ്പൺ ആക്കി വെച്ചിട്ടുണ്ട് എൻ്റെ ഹോട്ടലിലേക്കുള്ള ദൂരം നോക്കാനായിട്ട്. കാരണം ഇവരെവിടാ പോകുന്നത്, എങ്ങോട്ടാണ് പോകുന്നതെന്ന് എനിക്ക് അറിയത്തില്ലല്ലോ. സെലക്ട് നമ്മൾ അങ്കാര ബസ് സ്റ്റേഷനിലേക്ക് എത്തിക്കൊണ്ടിരിക്കുകയാണ്. ഈ കാണുന്നത് കംപ്ലീറ്റ് ബസ് സ്റ്റാൻഡിൻ്റെ ബിൽഡിംഗ്. എൻ്റെ പൊന്നെ, ഇത് എന്തോന്ന് 2 തട്ടിലായിട്ട് താഴെ മേളിലുമായിട്ട് ബസ്സുകൾ കിടക്കുന്നു. ഓ മൈ ഗോഡ്, ഇതൊക്കെ എന്തോന്നടേ ഇത്. നമ്മൾ ചൈനയിൽ പോയപ്പോഴത്തേക്കിനും റെയിൽവേ സ്റ്റേഷനുകൾ കണ്ട് ഞെട്ടിയെന്നുണ്ടെങ്കിൽ ഇവിടെ തുർക്കിയിൽ വന്നിട്ട് ഞാൻ ഇവിടുത്തെ ബസ് സ്റ്റാൻഡുകൾ കണ്ട് ഞെട്ടുകയാണ്. ഇതൊരു രക്ഷയില്ല കേട്ടോ. ഇത് എന്തോന്നടി, ഇത് വലിയ ബസ് സ്റ്റാൻഡാണല്ലോ. ഇതിങ്ങനെയാണെന്നുണ്ടെങ്കിൽ ഇസ്താൻബുൾ എങ്ങനെ ആയിരിക്കും എന്ന് ഞാൻ ആലോചിക്കുന്നത്. ഈ അങ്കാര എന്ന് പറയുന്നത് നമ്മുടെ ഡൽഹി പോലെ, അല്ലെങ്കിൽ എന്താ പറയുക, ക്യാപിറ്റൽ സിറ്റി ആണല്ലോ ഇവരുടെ. എൻ്റെ പൊന്നെ, എന്തോരം വണ്ടികൾ. അതിൻ്റെ ഇവിടെ നിന്ന് അങ്ങനെ പുറത്തോട്ട് പോകുന്നത്. പക്ഷെ എൻ്റെ ദൈവം, അങ്ങനെ ഞാൻ വന്ന് ബസ് ഇറങ്ങി. ഇത് നോക്കി തിരക്കുണ്ടോ, എല്ലാവരും സിഗരറ്റ് വലിച്ചുകൊണ്ടിരിക്കുകയാണ്. ഇവിടെ ഫുള്ള് സിഗരറ്റിൻ്റെ വാടയാണ് മൊത്തത്തിൽ. അപ്പോൾ അലി ഉസ്മാൻ മാത്രമല്ല, ഇവിടെ വന്നപ്പം ധാരാളം ബസ്സുകൾ ഇങ്ങനെ കിടക്കുകയാണ്. ഇതൊക്കെ നൈറ്റിൽ പല സ്ഥലത്തുനിന്ന് വരുന്നതും പല സ്ഥലത്തേക്ക് പോകുന്നതുമായിട്ടുള്ള ബസ്. നമ്മുടെ ചെന്നൈ കോയമ്പേട് ബസ് സ്റ്റാൻഡും അതേപോലെ തന്നെ നമ്മുടെ ബാംഗ്ലൂർ മജസ്റ്റിക് ഒക്കെ പോകുമ്പോൾ എങ്ങനെയാണോ അതേപോലെയൊക്കെ. ഇനിയിപ്പോൾ എങ്ങനെ പുറത്തേക്ക് ഇറങ്ങുന്നത് നോക്കട്ടെ. പുറത്തേക്ക് ഇറങ്ങിയാലേ നമുക്ക് വണ്ടി കിട്ടുള്ളൂ. ടാക്സി കിട്ടുന്ന സ്ഥലം എവിടെയെങ്കിലും ഉണ്ടാവും. സോ വി വിൽ ജസ്റ്റ് ഗോ ആൻഡ് സീ. ഇവിടെ മൊത്തം പുകമയമാണ് കേട്ടോ, പുകമയം. എന്തോരം വണ്ടികളാ, എന്തോരം ആൾക്കാരാ. പക്ഷെ നമ്മുടെ നാട്ടിൽ അത്ര തിരക്കൊന്നുമില്ല. പക്ഷെ എന്നാലും കമ്പാരിറ്റീവ്ലി ഇവിടുത്തെ ക്രൗഡൊക്കെ വെച്ച് നോക്കുമ്പോഴത്തേക്കിനും അത്യാവശ്യം തിരക്കുണ്ട്. ഇതെന്ത് ഇവിടെ ചെക്കിങ്ങോ? ഒരിടത്തും ഇംഗ്ലീഷ് പോലും മര്യാദ എഴുതി വെച്ചിട്ടില്ല. ഫുള്ള് തുർക്കിഷ് ഭാഷയാണ്. നമുക്ക് ടാക്സി എവിടെ തപ്പട്ടെ. ഇവിടെ ലോക്കർ റൂമും സംഭവങ്ങളൊക്കെ ഉണ്ട്, മാർക്കറ്റ്. അങ്ങനെ ഞാൻ ഇവിടെ പുറത്തിറങ്ങി വന്ന് ഇവിടെ ഒരു ടാക്സികളിങ്ങനെ വരുന്ന ഒരു ബേ കാണാം. ഞാൻ യൂബർ വഴി ഒരു ടാക്സി ബുക്ക് ചെയ്തു. അത് എവിടെയൊന്നും മനസ്സിലാവുന്നില്ല, നോക്കട്ടെ. ടാക്സിക്കാരൻ 2nd ഫ്ലോറിലാണ് നിൽക്കുന്നതെന്ന് പറഞ്ഞ് ഞാൻ ചാടിക്കയറി 2nd ഫ്ലോറിൽ വന്നു. ഇവിടെ എവിടെയാണോ തപ്പട്ടെ. ഇത് ഡിപ്പാർച്ചർ ഏരിയ ആണെന്ന് തോന്നുന്നു. അങ്ങനെ എൻ്റെ വണ്ടി കിട്ടി. എൻ്റെ അമ്മ പട്ടി കറക്കുന്ന പോലെ ഞാൻ കറച്ചുകൊണ്ടിരിക്കുക. പുറത്ത് നല്ല തണുപ്പാ. 1 0 എങ്ങണ്ട. ഇവരുടെ ഫ്ലാഗും എനിക്ക് വേറെ പ്രശ്നം ഉണ്ടാകും തോന്നുന്നു. ഫൈനലി ബാക്ക് ടു ഹോട്ടൽ. 12 മണിക്കൂറത്തെ ബസ് യാത്രയ്ക്ക് ശേഷം റൂമിൽ തിരിച്ചെത്തി. രാത്രി 12 മണിയായി. ചെറിയൊരു വിശപ്പുണ്ട്. ബേബി പുറത്ത് പോകാൻ വയ്യ. എൻ്റെ തൊണ്ടയൊക്കെ ചെറിയ വരുന്നേ ഉള്ളൂ, തണുപ്പത്തിന് ആകാൻ വയ്യ. അപ്പോൾ റൂമിൽ കുറച്ച് ഫ്രൂട്ട്സ് ഒക്കെ ഇരിപ്പുണ്ട്. അപ്പോൾ ഇച്ചിരി ഫ്രൂട്ട്സ് കഴിച്ച് അഡ്ജസ്റ്റ് ചെയ്യാം. സോ ദാറ്റ് ഈസ് ഓൾ അബൌട്ട് അസ്. ഐ മീൻ ടുഡേ.
എനിക്കറിയില്ല നാളെ എന്തായിരിക്കും അവസ്ഥ എന്നുള്ളത്. സോ നീഡ് ടു സ്ലീപ്പ് ആൻഡ് ഗെറ്റ് സം റെസ്റ്റ്. ആകെ ടയേർഡാണ്. സോ സീ യു ഗൈസ് ടുമോറോ. I'll update you what's going on tomorrow. Okay. അതേപോലെ തന്നെ എല്ലാവരും ഹോളിഡേയ്സ് ആണ്, അവധിയിലാണ്, യാത്രകളാണെന്ന് എനിക്കറിയാം. അതിൻ്റെ ആയിട്ടുള്ള മാറ്റങ്ങളൊക്കെ നമുക്ക് കാണാനുമുണ്ട്. ഇപ്പോൾ പണ്ടത്തോളം അല്ലേ യൂട്യൂബിലൊന്നും വ്യൂ ഒന്നുമില്ല, തീരെ കുറവാണ്. എല്ലാവരും യാത്രകളിലല്ലേ, എല്ലാവരും ഹോളിഡേ മൂഡിലല്ലേ. ഇനിയിപ്പം യൂറോപ്പിൽ കയറി നമ്മുടെ ജനുവരി ഒരു പകുതി ആവണം ബാക്ക് ടു നോർമൽ വരാനായിട്ട്. എല്ലാ വർഷവും ഡിസംബർ ഈസ് ലൈക്ക് ദിസ്. അപ്പോൾ തിങ്സ് വിൽ കം ബാക്ക്. See you guys tomorrow. Bye bye.